പറയുന്നത് പഴയ സിനിമകളിലൊക്കെ ബെഡ്റൂം സീൻ എടുത്തു കഴിഞ്ഞാൽ അവര് സീൻ ഓപ്പൺ ആവുന്നത് ഒരു കുതിരയുടെ പടത്തിൽ. കുതിരേനെ ശരിക്കും കണക്കാക്കുന്നത് സക്സസിന്റെ ഒക്കെ പ്രതീകമായിട്ടാണ്. സക്സസിന്റെയും ഹാർഡ് വർക്കിന്റെയും അതുപോലെ തന്നെ അതോറിറ്റിയുടെ പവറിന്റെ ഒക്കെ സൂചനയായിട്ടാണ് കുതിര നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഇട്ടിട്ട് ഓൺ ആവുന്ന സംഗതി അല്ലാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു ഇമോഷണൽ കണക്ഷനും ഫിസിക്കൽ കണക്ഷനും ആക്ച്വലി സിംഗറൈസ്ഡ് ആണ്. അങ്ങനെയൊക്കെ ഓൺ ആവണമെങ്കിൽ ഗോവിന്ദസ്വാമി ആയിരിക്കും. അതെ, സീരിയസ്ലി. ഇതിന്റെ മാൻഡറിൻ ഡക്സ് പെയർ സ്റ്റാച്ചു എന്ന് പറയും. മാൻഡറിൻ ഡക്സ് അതിലൊന്ന് മെയിൽ ഡക്കും ഒന്ന് ഫീമെയിൽ ഡക്കാണ്. ഈ മാൻഡറിൻ ഡക്കിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ ശരിക്കും മോണോഗമസ് ആണ്. അല്ല, അത് ഇപ്പോൾ സാർ രാവിലെ എൻ്റെ ക്യാബിനിൽ വന്നപ്പോൾ അവിടെ മൗണ്ട് ഹിമാലയ കണ്ടപ്പോൾ പറഞ്ഞു ഞാനും സജസ്റ്റ് ചെയ്യാറുള്ള സാധനമാണ് ഇത് എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഒരു പ്രോപ്പർട്ടി കൊണ്ട് ഒരു സ്പേസിന്റെ എനർജി മാറ്റുന്നത് വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ്. കാരണം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ക്യാബിൻ നേരത്തെ കിച്ചൺ ആയിരുന്നു. അപ്പോൾ എന്നോട് നിശാന്ത് സാർ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു പടം വെക്കൂ രോഹിത് അവിടെ എന്ന് പറഞ്ഞു. ഞാനത് വെച്ചു. ഇപ്പോൾ സാറിന് രാവിലെ എന്ന് പറഞ്ഞു ഞാനിത് ഗോൾഡൻ പ്രിഫർ പറയാറുണ്ട്, സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതിലൊരു പോസിറ്റിവിറ്റി ആ സ്പേസിന് തന്നെ മാറിയത് പിന്നീട് അവിടെ വന്നിട്ടുള്ള സകല ഗസ്റ്റുകളും പറഞ്ഞിട്ട് ഇത് കൊള്ളാം, ഈ സ്പേസ് കൊള്ളാം എന്ന് എപ്പോഴും പറയുന്നതാണ്. ഒരു കുഞ്ഞു പ്രോപ്പർട്ടിക്ക് പോലും നമ്മുടെ ചിന്താഗതി എനർജി ലെവലിനെ മാറ്റാൻ പറ്റുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം ഞാൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ ബാക്കിലിരിക്കുന്ന പടത്തിന് വേറെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ബുദ്ധൻ, നമ്മുടെ ഇവിടെ ഗുരുക്കന്മാർ വരുന്നു, മെഡിറ്റേഷനെ പറ്റിയും ഇത്തരം വാസ്തുശാസ്ത്രം അല്ലെങ്കിൽ ഫെങ്ഷുയി അടക്കം നമ്മുടെ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട പല കഥകൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് ഈ സൈഡിൽ. ഇപ്പുറത്ത് നമ്മൾ ഇതേ ഫ്ലോറിൽ തന്നെ ഡിബേറ്റും നേഷൻ ഫസ്റ്റും അടക്കമുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് ഇച്ചിരി അഗ്രസീവായിട്ട് അറിയാതെ വെച്ചതാണെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി. അല്ല, അത് അങ്ങനെയാണ് വരിക. അപ്പൊ സ്വാഭാവികമായിട്ട് അപ്പൊ ഞാനത് പറയാറുണ്ട്. ബിസിനസ് സ്ഥാപനങ്ങളിൽ നമ്മളുടെ മെഡിറ്റേഷൻ ബുദ്ധ ഞാൻ അധികം പ്രിഫർ ചെയ്യാറില്ല. കാരണം അവിടെ വേണ്ടത് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവിടെ സ്പിരിച്വാലിറ്റി അല്ലല്ലോ വേണ്ടത്. എന്നാൽ വേണം തന്നെ, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് മണി റിലേറ്റഡ് ആയിട്ടുള്ള എനർജികൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എന്ത് സിമ്പിളാണോ യൂസ് ചെയ്യണം എന്നുള്ളത് വളരെ വൈസായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റണം. അതായത് ഈ ലോഫിംഗ് ബുദ്ധ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലോഫിംഗ് ബുദ്ധയുടെ കൂടെ കുറേ സംഗതികൾ വരുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, ഇപ്പൊ ലോഫിംഗ് ബുദ്ധ ശരിക്കും ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ശരിക്കും ഒരു ടിബറ്റൻ മങ്കാണ് ആക്ച്വലി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ്, ആളെ നമ്മൾ ബുധായി എന്ന് പറയും ജപ്പാനീസിൽ, ഹോത്തെ എന്നും ഒരു പേരുണ്ട്. അപ്പൊ ഇദ്ദേഹം ശരിക്കും വിസ്ഡത്തിന് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു കുഞ്ഞിന്റെ ചിരിയിൽ നിന്ന് അതാണ് ആ ഒരു സ്പിരിച്വൽ വിസ്ഡം എന്ന് മനസ്സിലാക്കിയിട്ട് അത് കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായിട്ട് ചിരിക്കാൻ പറ്റുന്ന അവസ്ഥയെയാണ് മുക്തി എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അത് ഇംപ്ലിമെന്റ് ചെയ്ത ഒരാളാണ്. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ലോഫിങ്. അദ്ദേഹം എല്ലായിടത്തും പോയി ചിരിച്ച് ആ ഒരു എനർജീനെ പാസ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഫേസ് ആണ് നമ്മളോട് കൊണ്ടുവരുന്നത്. അത്രയുള്ള അതിന്റെ കോൺസെപ്റ്റ്. നമ്മുടെ കുബേരൻ അല്ല ആക്ച്വലി അല്ല. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ കുബേർ കുഞ്ചി എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്ന് ഒരു മാർക്കറ്റിംഗ് നടന്നുകൊണ്ട് പലപ്പോഴും ഇന്നും ആളുകൾ വിചാരിക്കുന്നത് ഇതാണ് കുബേർ എന്നുള്ളതാണ്. നമ്മളെന്താ പഠിച്ചത്? കുബേരൻ എന്ന് വെച്ചാൽ സമ്പത്തിന്റെ അധിപനാണ്, വലിയ സമ്പന്നനാണ്, പുഷ്പവിമാനത്തിന്റെ ഒക്കെ ഉടമസ്ഥനാണല്ലോ. പണം വെക്കാൻ കുബേരനെ വെക്കണം. അതെ അതെ, അതായത് കുബേരന്റെ ഇമേജസ് ആയിട്ട് കുറച്ച് സാദൃശ്യമുണ്ട് അദ്ദേഹത്തിന്. അതായത് ഈ കുംഭ വയറും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പൂണൂലില്ല. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്നത് അറിയാം, ഒന്ന് നമ്മുടെ ചൈനീസിൽ തന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും അഗ്രസീവ് എനർജി അല്ലെങ്കിൽ ഏറ്റവും സക്സസ്ഫുൾ എനർജി ആയിട്ട് കണക്കാക്കുന്നത് ഡ്രാഗണെയാണ്. സോ അതിന് ഡ്രാഗന്റെ സിംബലോടെ വന്നു. പക്ഷെ ഡ്രാഗന്റെ ഉടല് ഭാഗം എന്താ? ഇത് ടോട്ടോയ്സ് ആണ്. ഈ ടോട്ടോയ്സ് എന്തിനാ സൂചിപ്പിക്കുന്നത്? ടോട്ടോയ്സ് ലോഞ്ചിവിറ്റിനെയാണ്, ദീർഘായുസിന് അല്ലെ, ഏറ്റവും ആയുസുള്ള ആനിമലായിട്ട് കണക്കാക്കുന്നത് ടോട്ടോയ്സിനാണ്. പ്ലസ് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഇവിടെ ഒരു ഇൻഗോട്ട്. ഈ ഇൻഗോട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്, അതായത് നമ്മുടെ ഒരു ഗ്ലോബൽ വെൽത്ത് സിമ്പിൾ തന്നെയാണ് ഇൻഗോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഗോൾഡൻ ഇൻഗോട്ട് എന്ന് പറയും. അപ്പൊ ഇത് നമ്മൾ എല്ലാ ബുദ്ധന്റെ കയ്യിലും കാണാറുണ്ട്, ഈ ബോട്ട് പോലെ സംഗതി ഇരിക്കുന്നത്. ശരിക്കും ഒരു വെൽത്ത് സിമ്പിൾ മാത്രമാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഒന്നാണ് നമ്മൾ ഇവിടെ വുലു എന്ന് പറയുന്നത്. ഈ വുലു എന്താന്ന് വെച്ചാൽ ബേസിക്കലി അവിടെ ചൈനയില് അവിടെ മരത്തുമുണ്ടാകുന്ന ഒരു 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 പച്ചക്കറിയാണത്. ഓക്കെ, അതായത് നമ്മുടെ നാട്ടിലുള്ള മത്തങ്ങ പോലെ കുമ്പളങ്ങ പോലെ കാണുന്ന സാധ്യത അവിടെ നിന്ന് പൊട്ടിച്ചെടുത്തായി കാണണം. കറക്റ്റ് നമുക്ക് കാണാം. ഇത് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഇത് സംഭവിക്കും, ഇത് വലുതായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് വലുതായി കഴിയുമ്പോൾ ഇവർ ഒരു കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഭാഗം ഇത് എടുത്ത് പൊട്ടിച്ചിന്റെ മോൾ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതൊരു കുടം പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഉള്ളിലെ പൾപ്പൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ ഇത് പൊള്ളയാണ്. അപ്പൊ അതിനകത്ത് അവർ മെഡിസിൻസ് ഇട്ട് വയ്ക്കാറ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് എന്തിനാണ്? വെൽനെസ്സിനെയാണ്. അസുഖങ്ങളില്ലാത്ത അവസ്ഥ, ട്രീറ്റ്മെന്റിനൊക്കെ ആയിട്ട്. നമ്മൾ പണ്ട് നമ്മളുടെ ഒരു ആക്ടർ ഉണ്ടല്ലോ, ഭയങ്കര ആക്ഷനൊക്കെ ആയിട്ടുള്ള ജാക്കി ചാൻ. അദ്ദേഹത്തിന്റെ ഒരു മൂവി ഉണ്ട്, ഡ്രങ്കൻ മാസ്റ്റർ എന്നുള്ള മൂവിയിൽ നമുക്ക് കാണാം ആൾ ഇതും കൊണ്ടാണ് നടക്കണേ, അയാളുടെ ഗുരുവിന് കള്ളു കൊടുക്കാനായിട്ട്. കാരണം അവർ കുടം പോലെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണത്. അപ്പൊ ഇതിന്റെ പ്രസൻസ് നമുക്ക് വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങളെ
പ്രിവെന്റ് ചെയ്യുന്നതിന് നല്ലതാണെന്നുള്ള കോൺസെപ്റ്റ് കൂടെ അതിനകത്ത് വരുന്നത്. സങ്കല്പം വെക്കുകയാണ്. സങ്കല്പം ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ശരിക്കും സിംബോളിക് ഫംഗ്ഷയുടെ ഭാഗമാണ്. ഫംഗ്ഷൻ ഇത് മാത്രമല്ല എന്നും കൂടിയുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പൊ നേരത്തെ രോഹിത് പറഞ്ഞ പോലെ ഒരു സിമ്പിളിനും ഒരു എൻറ്റയർ ഗിവൺ സ്പേസിന്റെ എനർജീനെ മാറ്റാൻ പര്യാപ്തമായിരിക്കെ തന്നെ അതല്ലാതെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു 5 എലമെന്റ് വെച്ചിട്ട് നമുക്ക് വാട്ടറിന്റെ പ്രസൻസ് കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ട്, മെറ്റലിന്റെ പ്രസൻസ് കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ട്, ഫയർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറ്റും, തീയിടാൻ പറ്റില്ല, പകരം എന്ത് പറ്റും, ബ്രൈറ്റ് ലൈറ്റുകൾ കൊടുക്കും. അത് നമുക്ക് ഫയർ ആയിട്ട് സങ്കല്പിക്കാൻ പറ്റും. അതുപോലെ എർത്തിന് നമുക്ക് ചെയ്യണം എന്താണ്, മൺകുടങ്ങള്, ക്രിസ്റ്റൽസ്. കാരണം ഈ എർത്തിന്റെ ഏറ്റവും പ്യൂരിഫൈഡ് ഫോം ആയിട്ടാണ് നമ്മൾ ക്രിസ്റ്റൽസിനെ കാണുന്നത്. അപ്പൊ നമുക്ക് എന്ത് ക്രിസ്റ്റൽ ബോളുകൾ ഉപയോഗിക്കാം, ക്രിസ്റ്റൽ പിരമിഡുകൾ ഉപയോഗിക്കാം. അങ്ങനെ വുഡിന് വേണ്ടിയിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് പ്ലാന്റുകൾ ഉപയോഗിക്കാം, ചെടികൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല എനർജി ഉണ്ടാക്കാൻ പറ്റും. ബേസിക്കലി ഇതിനെ നമുക്കൊരു ആർട്ട് ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയാം. അതായത് ഒരു ഗിവൺ സ്പേസിനെ നമ്മൾ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ലൊരു എനർജി. അപ്പൊ ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് ഫാൻസി ഷോപ്പുകളിൽ നിന്ന് വാങ്ങി വെറുതെ അവിടെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. ഇതൊരു വിദഗ്ധനെ കൊണ്ട് തന്നെ എവിടെയൊക്കെ എന്തൊക്കെ വെക്കണം എന്ന് നോക്കി വെച്ചാൽ എനർജിയും ക്രിയേറ്റ് ചെയ്യപ്പെടും, എനർജി ബാലൻസ് ചെയ്യപ്പെടും, ഒപ്പം തന്നെ അതൊരു മനോഹരമായി മാറ്റാനും പറ്റും ഫ്ലോർ. എക്സാക്ട്ലി. ഇപ്പൊ അതുപോലെ നമ്മൾ ചെയ്യേണ്ട കുറെ ഡൂസ് ആൻഡ് ഡോൺ ഡൂസ് ഉണ്ട്. ഇപ്പൊ ഫംഗ്ഷനിൽ വരുമ്പോൾ അതെനിക്ക് വളരെ ലോജിക്കലായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ല ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഫംഗ്ഷൻ ഏറ്റവും വലിയ ഡോൺ ഡു ആണ് ബേസിക്കലി, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ആണ്. നമ്മൾ ശരിക്കും നമ്മുടെ എൻട്രൻസ് ഡോറിന്റെ നേരെ ഫ്രണ്ടിലായിട്ട് ടോയ്ലറ്റിന്റെ ഡോർ വരാൻ പാടില്ല എന്നുള്ളത്. ചില ഫ്ലാറ്റുകളില്ലെങ്കിൽ അങ്ങനെയാണ്. നമ്മൾ ഡോർ ഓപ്പൺ ആക്കുമ്പോൾ നേരെ കാണുന്നത് അവിടെയുള്ള ഏക ഒരു ടോയ്ലറ്റിന്റെ ഡോർ ആയിരിക്കും ഉണ്ടാവുക. ഇത് എത്രത്തോളം അൺകംഫർട്ട് ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഒരു സ്ഥലത്ത് ഒരു കൺസൾട്ടേഷൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞേക്കണം കുറച്ച് മിനിറ്റ്സ് ഞാൻ നേരത്തെ എത്തി. ഞാൻ ട്രാഫിക് കാൽക്കുലേറ്റ് ചെയ്ത് പോയെങ്കിൽ കുറച്ച് വേഗം എത്തിച്ചെന്നു. അപ്പൊ ഇദ്ദേഹം ഓപ്പൺ ആക്കി ഞാൻ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആകെ ഒരു പരവേശം. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ചെല്ലുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് അവിടുത്തെ വീട്ടമ്മ ജസ്റ്റ് ഒന്ന് കുളിക്കാനായിട്ട് കയറിയിട്ടുള്ളൂ അതിനകത്തേക്ക്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, കാരണം ഞാൻ അവിടെ ഇരിക്കുകയല്ലേ. അപ്പൊ ഇദ്ദേഹം എന്നോട് സാർ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാം. അപ്പൊ ഞാൻ മാറിയതിന് ശേഷമാണ് അവർ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്ന് എൻ്റെ മുമ്പിലേക്ക് വന്നത്. അപ്പൊ അവിടെ അത് ശരിക്കത് ലോജിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. പക്ഷെ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ടോയ്ലറ്റ് വരുന്നത് വെൽത്ത് ലോസിന്റെ കാരണം ഉണ്ടാവാറുണ്ട്. ഡയറക്ട്ലി ഒരു വലിയൊരു ഡോൺ ഡു ആണ് ഫംഗ്ഷനിൽ, ഡയറക്റ്റ് വിസിബിലിറ്റി ഓഫ് ടോയ്ലറ്റ് ഡോർ ഫ്രം ദ മെയിൻ ഡോർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ വിൻഡോന്റെ ബാക്കിലേക്ക് തല വെച്ച് കിടക്കരുത്. അതുപോലെ നമ്മുടെ ഡോറിന് ബെഡ്റൂം ഡോറിന്റെ നേരെ നമ്മൾ കാല് വെച്ച് കിടക്കരുത്. അതിന് വേറെ സംഭവം ഉണ്ട്. നമ്മൾ രാത്രി കിടക്കുമ്പോൾ എങ്ങനെയാണ് കിടക്കണ്ടാവുക, ഭൂരിഭാഗം ചിലപ്പോൾ ഒരു ലുങ്കി ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഏറ്റവും ലൂസ് ആൻഡ് ഡ്രസ് ആയിരിക്കും, സ്ത്രീകളാണെങ്കിൽ നൈറ്റി ആയിരിക്കും. അപ്പൊ അവിടെ നിന്ന് വരുന്ന ആളുകൾ കാണുന്നത് ചിലപ്പോൾ അവർ നേക്കഡ് പോർഷൻ ആയിരിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഐഡിയാസും കൂടി അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മളിപ്പം വീട് വെക്കും, ഒരു പ്രോപ്പർ മെയിൻ്റനൻസ് എല്ലാവർക്കും ഒരു 90% പേർക്കും അല്ലെങ്കിൽ ഒരു 80% പേർക്കും അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പം രാവിലെ ജോലിക്ക് പോകുന്ന വീട്ടിലൊരു സെർവൻറ്റിനെയൊക്കെ വെച്ച് ചെയ്യുന്നവർ എല്ലാ ദിവസവും തൂത്തുടച്ച് വൃത്തിയാക്കിയിടും. നമ്മളൊരു ഇടത്തരക്കാരുടെയൊക്കെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ആ വീട്ടിലെ പ്രോപ്പർട്ടീസ് വലിച്ചു വാരി ഇടുന്നതും അതിന്റെ ഒരു പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ല. കാരണം ഞാനൊരു ഉദാഹരണം പറയാം. ചില സമയത്ത് ചില വീടുകളിലൊക്കെ നമ്മൾ പോയി കിടന്നാൽ നമുക്ക് ഉറക്കം വരില്ല. കാര്യം ആ ബെഡ്റൂം ഭയങ്കര അലങ്കോലപ്പെടുത്തിയതായിരിക്കും. നമ്മുടെ ബെഡ്റൂം തന്നെ എടുക്കുക, എല്ലാ ദിവസവും രാവിലെ കഴുകാത്ത തുണി ഒരു മൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്നു, കൊണ്ടുവന്ന് ടിഷ്യൂ പേപ്പർ ചുരുട്ടി അവിടെ ഇട്ടേക്കുന്നു, വലിച്ചുവാരി ഇട്ടിരിക്കുന്നു, ബെഡ്ഷീറ്റ് പ്രോപ്പറായിട്ട് വിരിക്കുന്നില്ല, അത് നമുക്ക് ഉറക്കമില്ല. അതേസമയം ഇതെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി ഭംഗിയാക്കി ഒരു ചന്ദനത്തിലേക്ക് കത്തിച്ച് വെച്ചൊരു ഒരു സ്മെല്ലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സുഖമായി ഉറങ്ങാൻ പറ്റും, നല്ല ചിന്തകൾ ഉണ്ടാക്കാൻ പറ്റും. പറഞ്ഞു വരുന്ന ശാസ്ത്രങ്ങളുടെ എല്ലാ അടിസ്ഥാനം നമ്മുടെ പ്രവൃത്തി തന്നെ അല്ലേ? എക്സാക്ട്ലി. അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻലിനെസ് എന്നാണ്. നമ്മുടെ ഇരിക്കുന്ന സ്പേസിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ബാലൻസ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് ഘടകം തന്നെ നീറ്റ്നെസ് ആണ്. ഫംഗ്ഷനിൽ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീക്ലട്ടറിങ് ആണ്. അതായത് നമ്മൾ അൺസോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പകുതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒഴിവാക്കേണ്ടതായിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. വീടിന്റെ ലോഡ് കുറയ്ക്കാനാണ് ഞാൻ പറയാറ്. ചില വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഇങ്ങനെ വെറുതെ കൂമ്പാരം കൂട്ടിയിട്ടൊക്കെ പല സെന്റിമെന്റൽ റീസണുകളുണ്ട്. അപ്പൊ നമ്മൾ പറയും നിങ്ങളതൊക്കെ ഒഴിവാക്കും, പരമാവധി ഒഴിവാക്കണം തന്നെ വലിയ മാറ്റം ഉണ്ടാക്കും. ഇപ്പൊ രോഹിത് പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വളരെ ടയേർഡായിട്ട് രാവിലെ 9 to 5 ജോബ് എല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ബെഡ്റൂമിലേക്ക് എൻ്റർ ആവുമോ? നിങ്ങൾ രാവിലെ പോയ പോലെ തന്നെ ആ ബെഡ്ഷീറ്റ് മടങ്ങാണ്ട് ഇങ്ങനെ ചളുപിടുന്ന് കിടക്കുകയാണെങ്കിൽ അല്ല, അപ്പൊ ഒന്ന് ആലോചിക്കാൻ. എന്നിട്ട് ചെന്ന് ഒന്ന് റെസ്റ്റ് ആക്കാൻ ചെല്ലുന്ന സമയത്ത് കാണുന്നത് ഇങ്ങനെയാണെങ്കിൽ ആ സമയം നമ്മളെ ചെല്ലുമ്പോൾ അത് വളരെ നീറ്റ്ലി ഹോട്ടലിൽ റൂം എടുത്താൽ നന്നായിട്ട് ഉറങ്ങും. അതാണ് കാരണം അവിടെ അത് വളരെ പ്രിപ്പയർഡ് ആണ്, വെൽ ഓർഗനൈസ്ഡ് ആണ്. ഇത് തന്നെയാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ പ്രോപ്പർലി അത് ബാലൻസ് ചെയ്യിക്കാന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബെഡ്റൂമിൽ ചെയ്യും. ഇപ്പൊ ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെയ്യാവുന്ന കുറച്ച് സ്റ്റാച്യൂസ്, അഗൈൻ സിമ്പിൾസ് നമുക്കുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത സിമ്പിൾസ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ
ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഫിസിക്കൽ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ്. ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാവുന്ന എനർജികളുണ്ട്, ചെയ്യാവുന്ന എനർജികൾ എന്തൊക്കെയാണെന്ന് വിളിച്ചപ്പോൾ നമ്മുടെ ഹോൾസിന്റെ എനർജി കൊടുക്കും. ചോദ്യമായിട്ട് ചോദിക്കാം, പ്രോപ്പർ വൃത്തിയായി ഭംഗിയായി സെക്സ് ചെയ്യാൻ ബെഡ്റൂമിൽ വെക്കേണ്ടത് മെറ്റീരിയൽ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ വേണ്ട മെന്റൽ കണക്ഷൻ ആണല്ലോ. ഓക്കെ, ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഇട്ടിട്ട് ഓൺ ആവുന്ന സംഗതി അല്ലാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു ഇമോഷണൽ കണക്ഷനും ഫിസിക്കൽ കണക്ഷനും ആക്ച്വലി സിംഗറൈസ്ഡ് ആണ്. അങ്ങനെയൊക്കെ ഓൺ ആവണമെങ്കിൽ ഗോവിന്ദസ്വാമി ആയിരിക്കും. അതെ, സീരിയസ്ലി. അല്ല, ഇതിനകത്ത് എന്താണെന്നറിയോ, ഇത് ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പല ആളുകളുടെ അടുത്തും. കാരണം പലരുടെയും വിചാരമുണ്ട് ഒരു സർട്ടൺ ടൈം കഴിഞ്ഞാൽ ഇതൊന്നും ലൈഫിൽ ആവശ്യമില്ല എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു പക്ഷം ആളുകളുടെയും പ്രശ്നം റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കെ നമ്മൾ അതിന്റെ ഡീപ്പ് റൂട്ടിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഫിസിക്കൽ കോൺടാക്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിന് 2 വെർഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഭൂരിഭാഗം ഹസ്ബൻഡ്സ് പറയണത് എന്താ വെച്ചാൽ ഇവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വളരെ വീക്കാണ്, ഇല്ല എന്നുള്ള അവസ്ഥയുണ്ട്. ആ സമയം സ്ത്രീകൾ പറയുന്നതായിരിക്കും അതിലേക്ക് ലീഡ് ചെയ്യുന്ന മെന്റൽ അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷൻ എനിക്ക് കിട്ടുന്നില്ല, ഒരു സർട്ടൺ ടൈം വരെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് എന്നോട് എൻ്റെ ഒരു ക്ലയൻറ്റ് വളരെ രസകരമായിട്ട് വെച്ചു, കൃഷ്ണകുമാർ സാറേ, നമ്മൾ ഈ കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടല്ലോ, ഇതിനൊരു എക്സ്പയറി പീരീഡ് ഉണ്ടെങ്കിൽ എത്ര പേര് അത് റിന്യൂ ചെയ്യും? ഓക്കെ, അതായത് ഒരു എക്സ്പയറി പീരീഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരു റെന്റൽ എഗ്രിമെന്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു സർട്ടൺ ടൈം കഴിയുമ്പോൾ അത് റിന്യൂ ചെയ്യണമെങ്കിൽ നമ്മളത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആളുകൾ ഈ സംഗതി റിന്യൂ ചെയ്യണ്ട, ടേക്കൻ ഇറ്റ് ഇസ് ഗ്രാൻഡഡ് ആണ്. കല്യാണം കഴിഞ്ഞാൽ സാധനം പോയി, പിന്നെ ഇത് ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ ആയിരിക്കും. സീരിയസ്ലി എത്ര പേര് റിന്യൂ ചെയ്യും? 15 വർഷം കഴിയുമ്പോൾ മെയിൻ്റെനൻസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്യണം. വേണ്ട, നമ്മളൊരു റെന്റഡ് അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമ്മളത് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് അല്ലെങ്കിൽ അയാൾ നമുക്ക് പിന്നെ അത് റിന്യൂ ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ സംഗതി ഇവിടെയും അപ്ലിക്കബിൾ അല്ലേ ആക്ച്വലി പറയണില്ല. അപ്പൊ ഇതിനകത്ത് ഞാൻ ഈ രോഹിത് പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ എന്നിരുന്നാൽ കൂടി നമുക്കിത് എൻഹാൻസ് ചെയ്യിക്കാവുന്ന ഏരിയകളുണ്ട്. അപ്പോൾ അതിനകത്ത് റിലേഷൻഷിപ്പിനെ ശരിക്കും എൻഹാൻസ് ചെയ്യാവുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്. അതായത് ഇതാണ് ഇതിന്റെ മാൻഡറിൻ ഡക്സ് പെയർ സ്റ്റാച്ചു എന്ന് പറയും. മാൻഡറിൻ ഡക്സ് അതിലൊന്ന് മെയിൽ ഡക്കും ഒന്ന് ഫീമെയിൽ ഡക്കുമാണ്. ഈ മാൻഡറിൻ ഡക്കിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ ശരിക്കും മോണോഗമസ് ആണ്, ലൈഫിൽ ഒരു പാർട്ട്ണറേ ഉള്ളൂ. ഓക്കെ, അതായത് ഒരു നമ്മുടെ നാട്ടിലെ വേഴാമ്പൽ സെയിം തന്നെയാണ്. വേഴാമ്പൽ ഒറ്റ പാർട്ട്ണർ ഉണ്ട്. അപ്പൊ എനിക്ക് ഒരു മോണോഗമസ് ആയിട്ടുള്ള ആനിമലാണ്. അപ്പോൾ ഇതിന്റെ എനർജി നമ്മൾ എങ്ങനെ കൊണ്ടുവരുന്നു വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് നമ്മൾ വീടിന്റെ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണർ, അഗൈൻ സൗത്ത് വെസ്റ്റ്, കാരണം എന്താ റിലേഷൻഷിപ്പിന്റെ സെക്ടറാണ്, അവിടെ നമ്മളത് പ്ലേസ് ചെയ്യുക വഴി അവിടെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെ നല്ലപോലെ എൻഹാൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡിവോഴ്സ് ആകും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും നമ്മൾ സജസ്റ്റ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലേ, പക്ഷേ ഇറ്റ് ഹാസ് റിയലി വർക്ക്ഡ്. നല്ല മാജിക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവരിക വഴി അവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രം ഫേസ് ചെയ്യുന്ന പ്രോബ്ലമായിട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമുക്ക് കൊടുക്കാവുന്ന റണ്ണിങ് ഹോഴ്സസ് ഉണ്ട്. അത് ഈ ഹോഴ്സിന്റെ എണ്ണം കൂട്ടിയാൽ കൂടുതൽ കുതിരശക്തി ഒന്നും കിട്ടിയിട്ടല്ലാണ്ട് ഞാൻ പറയണം, പക്ഷെ ആ ഒരു എനർജി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പരമാവധി ഒഴിവാക്കേണ്ട എനർജിയാണ് ശരിക്കും ഈ ഹോഴ്സിന്റെ എനർജി ഇൻ ബെഡ്റൂം. പക്ഷെ ഈ ഒരു സർട്ടൺ കാര്യത്തിൽ മാത്രം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ബെഡ്റൂമിന് നമുക്ക് നല്ല പിങ്കിഷ് കളേഴ്സ് അല്ലെങ്കിൽ റെഡ് കളേഴ്സ്, ആക്റ്റീവ് എനർജി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഫയർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, അവിടെ ഫയർ അപ്പ് ചെയ്യാണ്. അപ്പൊ അവിടെ നമ്മുടെ ആക്റ്റീവ് എനർജി കൊടുക്കും. ബ്ലൂ കൊടുക്കുമ്പോൾ ഡൗൺ ആയി. ബ്ലൂ ഗ്രേ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഡെസ്പ് കളറാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ. ബെഡ്റൂമിന് നല്ല റിലേഷൻഷിപ്പ് എൻഹാൻസ് ചെയ്യിക്കാനാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് റെഡിനോട് സിമിലർ ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കാം. ഓറഞ്ച് കൊടുക്കാം, നമുക്ക് പിങ്ക് കൊടുക്കാം. പിന്നെ കുറേയും കൂടെ അതൊരു ആക്റ്റീവ് എനർജിയാണ് അവിടെ കൊണ്ടുവരുന്നത്. പിന്നെ പരമാവധി ലോഡ് കുറയ്ക്കുക. അവിടെ ചെയ്യാൻ പാടില്ലാത്ത ഒരു സാധനമാണ് ടി വി ചെയ്യാൻ പാടില്ല. മിറർ, ഈ നമ്മുടെ ബെഡിലേക്ക് നേരെ മിറർ റിഫ്ലക്ട് ചെയ്യണത് ഒരു നല്ലൊരു അത് ഭയങ്കര, അതിന് വേറെ തലത്തിലൊരു എക്സ്പ്ലനേഷൻ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഒരു സ്ലീപ്പിംഗ് ടൈമിൽ നമ്മുടെ ആത്മാവ് പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥ, അപ്പൊ ഇറ്റ് ക്യാൻ ഗെറ്റ് കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഗെറ്റ് സ്കേഡ് എന്ന് പറഞ്ഞൊരു അവസ്ഥയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം, എനിക്ക് അതിനെ കുറിച്ച് ഡീപ്പായിട്ട് പറയാറില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. മിറർ റിഫ്ലക്ട് ചെയ്യുന്ന ബെഡിൽ കിടന്ന് ഉറങ്ങി എണീക്കുന്ന ആളുകൾക്കൊക്കെ തലവേദന ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഡ്രെയിൻഡ് എനർജി ആയിട്ട് എണീക്കുക അവർ, അല്ലെങ്കിൽ അവർ ഉറങ്ങി തീർന്നതായിട്ട് അവർക്ക് തോന്നുന്നില്ല. അവർക്ക് ആ ഒരു ഫ്രഷ് എന്തിനാ ഉറങ്ങുന്നത്, നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്, ഒരിക്കലും അവർ ഫ്രഷ് ആവില്ല. അതുപോലെ തന്നെയാണ് ഈ ബെഡിന്റെ തലഭാഗം ടോയ്ലറ്റിലേക്ക് വെച്ചിട്ടുള്ള ആൾക്കാർ, ടോയ്ലറ്റ് ചുമരിലേക്ക്. ഞാൻ അത് മാറ്റുക വഴി മാത്രം വലിയ മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടായ ആളുകളെ കണ്ടിട്ടുണ്ട്. എനിക്ക് റീസെന്റ് എൻ്റെ ഒരു ക്ലയന്റ്, അദ്ദേഹം ഒരു പൈലറ്റാണ്. അപ്പോൾ അവരെ വെച്ച് സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 8 hours കണ്ടിന്യൂസ് ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് അവർക്ക്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു തരണം, ഞാൻ ബെഡ് പൊസിഷൻ മാറ്റിയപ്പോൾ ഐ റിയലി ഫെൽറ്റ്. ഈവൻ ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ കൂടി അത് ചെക്ക് ചെയ്യുന്നു, ഇത് എവിടേക്കാണ് കിടക്കുന്നത്, കാരണം അവർക്ക് സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സ്വാഭാവികമായിട്ടും ബെഡ് ഇടുന്നത് ഒന്നുകിൽ തെക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ തല വെച്ച് കിടക്കത്തക്ക രീതിയിലാണ് ഇടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കിഴക്ക് സൈഡിലാണ് ബാത്റൂം ഉള്ളതെങ്കിൽ കിഴക്കോട്ടേക്ക് ഇപ്പൊ പറ്റില്ല. തെക്കോട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂം ഡോറിന്റെ അടുത്തേക്ക്
ഫേസ് വരികയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇതിനകത്ത് ശരിക്കും നമുക്ക് ഈ ബെഡിന്റെ പൊസിഷനിങ് തന്നെ ഉണ്ട് ശരിക്കും ബെഡ്റൂമിൽ. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ആ ബെഡ്റൂമിന്റെ ഒരു കമാൻഡിങ് പൊസിഷൻ ഉണ്ട്, അവിടെ ആയിരിക്കും ബെഡ് കിടക്കണമെന്നില്ല. അതിന്റെ കമാൻഡിങ് പൊസിഷൻ വളരെ സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ കണ്ടീഷൻ 1, അതായത് ഇവരുടെ കാല് ഭാഗം എവിടേക്ക് വരരുത്, ഡോറിലേക്ക് വരരുത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഇങ്ങനെ തിരിഞ്ഞ് ഡോറിലേക്ക് നോക്കേണ്ട അവസ്ഥ വരരുത്. അദ്ദേഹത്തിന് കിടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ആക്സസിബിലിറ്റി എവിടേക്ക് ഡോർ, അതാണ് അവരുടെ കംഫർട്ട്. അതായത് അവിടെയുള്ള ആൾ കമാൻഡിലേക്ക്. ബെഡ്റൂമിനൊക്കെ 2 ഡോറാ, ഒന്ന് ബാൽക്കണിയിലേക്കും ഒന്ന് പുറത്ത് ഹോളിലേക്കും. അപ്പൊ അതിന് പ്രത്യേകത ഉണ്ട്. ഈ നമ്മൾ ഇങ്ങനെ ബെഡ് കിടക്കേണ്ട ഇപ്പുറം ഡോർ വരുന്ന ഒരു ട്രാപ്ഡ് ഫേസ് പറയാം. അതും നോട്ട് ഗുഡ് ആക്ച്വലി. നമ്മൾ അതിനെയും നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ പലയിടത്തെങ്കിലും ഇത് നമുക്ക് എല്ലാം ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം നിർബന്ധമില്ല റോഹിത്. കാരണം നമ്മുടെ നാട്ടിലുള്ള പലപ്പോഴും ചെറിയ ബെഡ്റൂം ആയിരിക്കും, ചെറിയ വീടായിരിക്കും. അപ്പൊ അതിലാണ് ഫംഗ്ഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എന്താ പറയുക, ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. നമുക്ക് നിർബന്ധങ്ങളില്ല, ഇങ്ങനെ തന്നെ വേണം. ആ ഒരു സ്റ്റെപ്പ് ഓൺ ആയിട്ടുള്ള ഒരു ശാസ്ത്രമല്ല അത്. ഞാൻ പറഞ്ഞു, അതിനെ എങ്ങനെ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് അലൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതി. ഈ പഴയ ഇപ്പൊ കുതിരകളുടെ പടം വെക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, പഴയ സിനിമകളിലൊക്കെ ബെഡ്റൂം സീൻ എടുത്തു കഴിഞ്ഞാൽ അവര് ആ സീൻ ഓപ്പൺ ആവുന്നത് ഒരു കുതിരയുടെ പടത്തിൽ, ഒരു 5-6 കുതിരകൾ ഇങ്ങനെ മരുഭൂമിയിലൂടെ ചീറി പാഞ്ഞു വന്നൊരു പടം. മിക്ക സിനിമ, ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, ഷോട്ട് ഇങ്ങനെ ഓപ്പൺ ആവുന്നത് ആ ഒരു പടത്തിൽ നിന്നായിരിക്കും പാൻ ഔട്ട് ആവുന്ന ഒരു സൂം ഔട്ട് ആയിട്ട് വരുന്നൊരു ഷോട്ട്. പക്ഷെ ഇന്ന് അങ്ങനെ ഇല്ല. പക്ഷെ അതിനകത്ത് ഈ കുതിരയ്ക്ക് പ്രാധാന്യം ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മൾ ഈ ഫുങ്ഷെ കുതിര, നമ്മുടെ ഫുങ്ഷയിലെ വൺ ഓഫ് ദ സോഡിയാക് സൈൻ ആണ് കുതിര എന്ന് പറയുന്നത്. ഫെയിമിന്റെ സിഗ്നലാണ്, സിമ്പിളാണ് അത്. ഫെയിം ലക്കിനെയാണ്, നമ്മൾ ഗുഡ് വില്ലിന്റെ ഒക്കെ സിമ്പിളാണ്. സൗത്ത് സെക്ടറിന്റെ ആനിമലാണ് ശരിക്കും കുതിര എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുതിരേനെ ശരിക്കും കണക്കാക്കുന്നത് സക്സസിന്റെ ഒക്കെ പ്രതീകമായിട്ടാണ്. സക്സസിന്റെയും ഹാർഡ് വർക്കിന്റെയും അതുപോലെ തന്നെ അതോറിറ്റിയുടെ പവറിന്റെ ഒക്കെ സൂചനയായിട്ടാണ് കുതിര നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുതിരയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്.